പോൾ സാറിന്റെ മോനെ സേവ്യർ. ഞാൻ നോക്കാം. പൂച്ചാളി പീസ് കാണിക്കല്ലേ സാറേ? സാറിനെ കാത്ത് നിൽക്കുമായിരുന്നു രണ്ട് പറയാൻ. പുലിക്കോട്ടിൽ അച്ഛന്റെ അവിടെ നാടകം കളിക്കാൻ വേണ്ടി പോലീസ് ട്രൂപ്പിലെ കലാകാരന്മാരെ കൂട്ടി പോയ വിവരം ഞാൻ അറിഞ്ഞായിരുന്നു. ആരുടെ കണ്ണി പൊടിയിടാനുവാ? സേവിയർ? ആ, സേവിയർ തന്നെ. കൊലപാതക കേസിലെ പ്രതി ഒളിച്ചിരിക്കുന്ന സ്ഥലം കൂട്ടുകാരന് ചോർത്തി കൊടുത്തിട്ട് അവൻ പണി നടത്തി ഉറപ്പായതിനു ശേഷം അവിടെ ഒന്ന് പോയി പ്രതി രക്ഷപ്പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്താലേ അത് വിശ്വസിക്കാൻ ചില കൂടിയ സാറന്മാരും സംസ്ഥാനം ഭരിക്കുന്ന പോലീസ് മന്ത്രി കാണും. പക്ഷെ പാലയിലെ തന്തയ്ക്ക് പറഞ്ഞ ആമ്പിള്ളേരെ അതിനെ കിട്ടുകയല്ല. സേവിയർ, പബ്ലിക് റോഡാണ്. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓഫീസിലേക്ക് വാ. ഞാനൊരു ഓഫീസിലോട്ട് ഇല്ലുവാ. ഇയാളും അവനും കൂടെ നടത്തിയ ഇടപാട് ഞാൻ അറിഞ്ഞു എന്ന് പറയാൻ ഇവിടെ കാത്തു നിന്ന്. അവനെ കാണാനാ ഞാൻ പോകുന്നത്. അവനെയും കാണും, ആ പെങ്കുച്ചിനെയും കാണും. എന്റെ അനിയനെ കൊന്ന അപരാധി ആദ്യം ഞാനൊന്ന് ശിക്ഷിക്കട്ടെ, എന്നിട്ട് ഉയിര് ബാക്കിയുണ്ടെങ്കിൽ തനിക്കൊണ്ട് തരാം. ഇന്നെന്നാ ഡേവിഡ് സാറ് നേരിട്ട് കുര്യച്ചൻ വന്നായിരുന്നല്ലോ മീൻ മേടിയില്. കുര്യച്ചന്റെ മേടീരിന്റെ ഗുണം കൂടിക്കൂടി അവൻ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുമെന്ന വാശിയില്ല. ഒരുത്തനെ കൊന്നുവെച്ച് ജയിലിൽ പോകുന്നതൊക്കെ നല്ലതാ. പക്ഷെ അത് ഇവനെ പോലെ ഒരു പാഷാണത്തെ ക്രിമിയെ കൊന്നിട്ട് വേണ്ടാന്ന് വെച്ചു. എത്ര കിലോ ഉണ്ട്? 4.5 കിലോ ഉണ്ട്. 4 കൂട്ടിയാ മതി. എടുക്ക്. ഉണ്ണി എന്ന പേര് പോൾസാറിന്റെ മകൻ സേവിച്ചന്റെ ഫ്രണ്ടാണ്. ചേട്ടായി ഒന്ന് വന്നേ. സേവിച്ചൻ പുറത്ത് വണ്ടിയിൽ ഇരിപ്പുണ്ട്. സേവിച്ചൻ MC പോൾ സാറിന്റെ ഇനിയും മരിച്ചിട്ടില്ലാത്ത മോൻ. ഓ, ആ വഴക്കാളി ചെറുക്കൻ. അവനെന്നാടാ പോളിയോ ഉണ്ടോ? ഇല്ലല്ലോ. അടിച്ച് കിരിങ്ങിയിട്ടാണെങ്കിൽ അവൻ രണ്ടു കാലം നിൽക്കുന്നതും നടക്കുന്നതും എല്ലാം കണ്ടതായിരുന്നല്ലോ. നീ അവനോട് ഇന്ന് പറ, ഡേവിഡ് സാറുടെ മീൻ മേടിച്ചോണ്ട് നിൽക്കുവാൻ ഇങ്ങോട്ട് വരാം. ഇങ്ങനെയാണ് പറയണമെങ്കിൽ എടുത്തോണ്ട് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു ഡേവിഡേ. അങ്ങനെ ഉണ്ണിമൂരി കാലത്തെ വൈദ്യുന്നൊക്കെ നന്നായിട്ട് പോയായിരുന്നോ? അല്ല, നിയമിക്കുന്ന സ്ഥലവാ. ഇവിടെയൊക്കെ വൃത്തികേടാക്കിയ നാട്ടുകാർ തന്തയ്ക്കും തളയ്ക്കും വിളിക്കും. അതുകൊണ്ടാ. തോളെ കയ്യും വെച്ചു. നീ ഇച്ചിരൂടെ മൂക്കണമല്ലോ ഉണ്ണുണ്ണി. ദേവിച്ചോ, ഇവൻ മതിയാവും. കിഴക്കമ്മലെ കഞ്ചാവ് കൃഷിക്ക് കാവല് നിൽക്കാനും, നീ ചെറ്റപോക്കാൻ ഇറങ്ങുമ്പോ ചൂട്ടും പിടിച്ച് മുമ്പേ നടക്കാനും, കമ്പം തേനി ഇറക്കിറങ്ങുമ്പോ കാണുന്ന പാവം തവഴന്മാരെ പൂച്ചാണ്ട് കാണിച്ച് പേടിപ്പിക്കാനും ഒക്കെ. പക്ഷെ ഇത് കോട്ടയമാടാ. ഇവിടെ കളിക്കാൻ ഇറങ്ങുമ്പോ ഒരു ഇച്ചിരി കൂടെ മൂത്ത ഒരെണ്ണത്തിന് ഇറക്കും. സേവിച്ചു.
നീ എവിടെ നിന്ന് വന്ന് ചാടി? എവിടെയെങ്കിലും ആർക്കിട്ടെങ്കിലും ഒന്ന് മനസ്സമാധാനമായിട്ട് പൊട്ടിക്കുമ്പോഴേക്കും വന്നോളും. നിനക്കെന്താ തല്ല് മണത്ത് പിടിക്കാനുള്ള വല്ല ശേഷിയുണ്ടോ? പിന്നെ എനിക്ക് വലിയ സൂക്കടല്ലേ തല്ലി മേടിച്ചു കൂട്ടാൻ. 4 എണ്ണം കൊടുക്കുമ്പോ 3 എണ്ണം കിട്ടുന്നുണ്ടേ. പിന്നെ ഞാൻ വന്നതേ മടത്തിന്ന് അമ്മാമ്മച്ചി 16 തവണയായി ഫോൺ വിളിക്കുന്നേ. ഓവർ ആക്കല്ലേ, 16 തവണ. എന്റെ ഇച്ചായ ഞാൻ പറയുന്നത് സത്യവാ. ഇച്ചായ എന്നതും ഒരു പ്രശ്നമുണ്ട്. ഇച്ചായന്റെ മൊബൈലിന്റെ അതിവിടെ ആഫീസിൽ കാണും. അമ്മാമ്മച്ചി വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞ എന്നെ പൂര തെറിയായിരുന്നു. ഒന്ന് പോവേണ്ടി വരും. ആനിക്കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അറിഞ്ഞ കോളാ. എങ്കി എന്നെ കൈ കിട്ടിയ തല്ലിക്കൊല്ലും. നീ ഒന്ന് പോ. അപ്പൊ എന്നെ കൊന്നേട്ടോ? എടാ നിന്നെ ആകുമ്പോ കൊല്ലത്തില്ല. 2 തല്ല് കിട്ടിയാലോ അത് മേടിച്ച് ആനയും കൊണ്ട് പറഞ്ഞ് വന്നേക്കണം. ടൗൺ അടുക്കാറാകുമ്പോ എന്നെ വിളിക്കണം. അവളെ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് ഞാൻ പറയാം. ആ വണ്ടിയുടെ കീങ്ങിതാ. പിന്നെ അമ്മാമ്മച്ചി ക്ലബിലോട്ട് വിളിക്കും അറ്റൻഡ് ചെയ്യുന്നു. എടാ ക്ലബ് അല്ല, ക്ലബ്, CLUB ക്ലബ്. ഓ ഇതിന്റെ ഇടയിൽ ഒരു ഇംഗ്ലീഷ് പഠിത്തം. ആ കീങ് തന്നെ ഈ വണ്ടിയിലുണ്ട്. ഓ സർ. ആ യെസ്. ഹലോ, രാജഗോപാൽ സാറല്ലേ? ക്ലിപ്പിൽ നിന്ന് കുര്യച്ചനാ. സത്യമാണോടാ? കന്യാസ്ത്രീ മഠമാണ് സാർ. അതെ, പക്ഷേ ഇനിയും നമ്മളത് കോൺസിക്വൻസ് എന്ന് പറഞ്ഞ് ലേറ്റ് ആയാൽ കഴിഞ്ഞ തവണത്തെ അനുഭവം തന്നെ ഉണ്ടാവും. ഞാൻ വിളിച്ചു പറയാം സാർ. ഉവ്വ. ഓക്കെ. ജോണി, താൻ ആ DGPയുടെ ഓഫീസിലേക്ക് ഒന്ന് വിളി. ഞാൻ നേരിട്ട് വിളിച്ച് അനുവാദം മേടിക്കണമെന്ന് ആചാര്യ സാർ പറയണത്. പറഞ്ഞേക്കാം. കിട്ടിയോ? എൻഗേജ്ഡ് ആണ് സർ. ഓ, ഒന്ന് വേഗം വിളിക്കടോ. ഫോൺ അടിക്കുന്നു. അബൂബക്കറ, രാജഗോപാലിന്റെ. ഹലോ, റിംഗ് ഉണ്ട് സർ. ഇങ്ങതാ സാർ. ഹലോ. ഇൻഫർമേഷൻ സോളിഡാണ്. ഡേവിഡിന്റെ കസിനാണ് അവിടുത്തെ മദർ സുപ്പീരിയർ. യെസ് സാർ, ഐ ആം ഓൺ മൈ വേ. പത്രക്കാർക്ക് ഒരു തരത്തിലുള്ള ന്യൂസും കൊടുക്കില്ല. യെസ് സാർ. താങ്ക് യു സാർ. പണിയാണ് ചെയ്ത. ഇനി സൂനൊന്ന് വിളിക്കും. ഓ, പരിധിക്ക് പുറത്ത്. ജീവൻ പോയാലും ചെയ്തേ മടത്തി പോലീസ് എത്തുന്നതിന് മുമ്പ് അവളെ പൊക്കിയിരിക്കണം. അണ്ണാ സുഖു. എന്തൊക്കെ എടാ, രാജഗോപാലും ടീമും കൂടെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, നേര്യമംഗലത്തൊന്ന് നിർത്തിക്കോ. അയാളുടെ വണ്ടി കാണുമ്പോൾ എടുത്ത് വിട്ടാൽ മതി. സ്ട്രൈറ്റ് റൂട്ട് മാറി മാറി അവനെ ഒന്ന് വട്ടം കറക്കും. ഒരു കാരണവശാലും പിടികൊടുക്കരുത്. ഏറ്റു ചായ. ഡിക്കയുടെ വണ്ടി. അബൂബക്കർ, അവനെ പിടിക്കണം. ഒന്ന് വേഗം വിടറോ. എടോ ഒന്ന് സർ, അതിനെ പിടിക്കാൻ ഈ അംബാസഡറോ? താൻ സൈഡാക്കി ഒതുക്ക്. എടോ ഒതുക്കാൻ. ഒന്ന് ഇത്രോ വേണം. മണ കുണാന്ന് പറഞ്ഞു മാറിയിരിക്കേ. സർ,
ആ എന്നതാ സാറേ? വണ്ടിയിൽ ഡേവിഡ് ഇല്ല സർ. ഇല്ലേ? ഡേവിഡിനെ കാണണമെങ്കിൽ മേലോട്ട് നോക്കണോ? പറന്നു വരുന്നു. അവൻ ആ പെണ്ണിനെയും പൊക്കി പറക്കുന്നത് കണ്ടോളൂ. എന്നാടാ? റബ്ബർ തോട്ടത്തിൽ മരുന്നടിക്കാൻ മാത്രമല്ല, ഇതുകൊണ്ട് ഇങ്ങനെയും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വൈകിട്ട് ക്ലബിൽ കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ, ടേക്ക് കെയർ. നമസ്കാരം സാർ. ആ, ഡേവിഡ് ഉണ്ടോ? ഓ, അകത്തുണ്ട്. വർഗീസ് ഇവിടുന്നില്ലേ? ഈശോയെ, ഇതാര്? ഇരുന്നാട്ടെ സാറേ. എന്റെ മോൻ അറുങ്കൊല ചെയ്യപ്പെട്ടു എന്നറിഞ്ഞ് എന്റെ വീട്ടിലെത്തിയത് ആയിരങ്ങളായിരുന്നു. അവരുടെ ഒന്നും മുന്നിൽ ഒരു നിമിഷം പോലും പതറാതെ നിന്നവനാ ഞാൻ. ഉള്ളിലെ കരച്ചില് 2 തുള്ളിയായി പുറത്തേക്ക് വന്നത് നിന്റെ മുന്നിലാ. അത് നിന്നോട് അത്ര സ്നേഹമുള്ളതുകൊണ്ടാ, എനിക്ക് ആ വാത്സല്യം ഉള്ളതുകൊണ്ടാ. പിഴയായി പോയ മൂത്ത മോന്റെ സ്ഥാനത്ത് നിന്റെ പോലൊരുത്തനെ ദൈവം തമ്പുരാൻ എനിക്ക് തന്നില്ലല്ലോ എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുള്ളവനാ ഞാൻ. ആ എന്നോട് നീ ഇത് കാണിക്കാൻ പാടില്ലായിരുന്നു ഡേവിഡേ. അന്നമ്മച്ചേച്ചി, ഒരു കാപ്പിയെ കൊച്ചിന്റെ കയ്യിൽ കൊടുത്തു വിട്ടാട്ടെ. പഞ്ചസാര വേണ്ട. സൽക്കാരത്തിലുള്ള സമയമല്ല ഡേവിഡേ. എന്റെ മോനെ കൊന്ന പെൺകുച്ചിനെ നീ രക്ഷിക്കാൻ ശ്രമിക്കുന്ന എന്തിനാ? എന്താ നിനക്ക് എന്റെ ഉള്ളിലെ റോള് ഒന്നറിയണം. അതിനാ ഞാൻ വന്നേ. സാറേ, വളരെ സിമ്പിളായ ഒരു ഉത്തരം എനിക്കിതിന് പറയാനുള്ളൂ. സാറിന്റെ മോൻ ബെന്നിയെ കൊന്നത് ആ കൊച്ചല്ല. അത് തീരുമാനിക്കേണ്ടത് പോലീസും കോടതിയല്ല കുഞ്ഞ്. നിന്റെ അപ്പന്റെ സുഹൃത്ത് ഈപ്പച്ചന്റെ മോളാണ് ആ പെണ്ണ്. അതാണ് നിന്റെ ന്യായമെങ്കിൽ ഈപ്പച്ചൻ എന്റെ അളിയനായിരുന്നു. ഈ പറയുന്ന മേൽവിലാസവും കൊമ്പത്തെ ബന്ധുക്കളും ഒന്നും ഇല്ലാത്തൊരു പാവമാണ് അവളെന്ന് വെച്ചാലും ഡേവിഡ് ഈ ചെയ്ത് തന്നെയൊക്കെ ചെയ്യും. ഈ അളിയന്റെ മോളെ കഴിഞ്ഞ 10 വർഷത്തിനിടെ കണ്ടിട്ടുണ്ടോ സാറ്? കണ്ടാൽ തന്നെ അറിയോ അതിന്? അന്വേഷിച്ചിട്ടുണ്ടോ അത് എവിടെ എങ്ങനെ ജീവിക്കുന്നു? ആ കാപ്പി അങ്ങോട്ട് വിടുവച്ചേ. നീ അവിടെ സാറേ, നോക്കിയേ, ഏതാണ്ട് ഇതേ പ്രായമുള്ളൊരു കൊച്ചു. ഇത് തന്നെയാണെന്ന് വെയ്. കൂടപ്പിറപ്പുള്ള സ്നേഹം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്തൊരു പെൺകുട്ടി, അപ്പനും അമ്മയില്ലാത്ത ഒരു അനാഥ. മുഴുവൻ സ്നേഹം കൊടുത്ത് അവൾ സ്നേഹിച്ച് അവളുടെ കൂട്ടുകാരിയെ പഴിപ്പിച്ച് ചൊരുത്തം കൈമലത്തി കാണിച്ച് ചങ്ങ് പോയി. ആ കൊച്ചു ഹോസ്റ്റൽ ബിൽഡിങ്ങിന്റെ മണ്ടേന്ന് ചാടിച്ചത്തു. ഈ ഒരുത്തനെന്ന് പറയുന്നതേ പോൾ സാറിന്റെ പുന്നാരമോൻ ബെന്നിച്ചനാ. അവനെ അങ്ങ് തീർത്തേക്കാവെന്ന് വെച്ചൊരു കൊച്ചു പിച്ചാത്യമായിട്ട് അവൾ ഇറങ്ങുന്നു. അവളെ തന്തയ്ക്ക് പറഞ്ഞ അസല് കോട്ടയം നസ്രാണി പെണ്ണ. അവളാ ഗുണം കാണിക്കും, അത് ചോരയുടെ. പക്ഷെ അവള് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അവൾക്ക് തന്നെ മറ്റാരോ ചെയ്തായിരുന്നു. അതാരെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതോ പോട്ടെ, അവളുടെ തലയിൽ ആ കുറ്റം ചാർത്തി ചടങ്ങ് തീർക്കാൻ ബന്ധപ്പെടുന്ന പോലീസും അതിന്റെ പിന്നെ മറഞ്ഞിരുന്ന് ചരട് വിളിക്കുന്ന ആളോ ആളുകളോ അതാരാണെന്ന് ഡേവിഡിന് അറിയണം. അത് നിന്റെ ജോലിയല്ല. നിരപരാധിയാണ് ആ കുട്ടിയെങ്കിൽ അതിന്റെ കൂടെ ദൈവം കാണും. ദൈവം കാണും. ദൈവം പക്ഷേ കോട്ടയം ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി ഒരു ഓട്ടോ വിളിച്ച് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കൊന്നുമില്ല. അപ്പൊ അദ്ദേഹം ചില ആളുകളെ ചുമതല ഏൽപ്പിക്കും. ഈ കേസിൽ പുള്ളി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടി ഓഫീസറാ ഞാൻ. അധികം നാൾ നീളുകയല്ല, നിനക്ക് കഴിയല്ല അതിനെ മറയത്ത് നിർത്താൻ. ആര് പറഞ്ഞു സാറേ മറയത്താന്ന്? അതിന് ഞാൻ നല്ല വെട്ടത്തല്ലയോ നിർത്തിയിരിക്കുന്നേ. പിന്നെ ശരിയാ, ഒരു ദിവസം ഞാൻ ഹാജരാക്കും. നീതിയും ന്യായവും നടക്കുമെന്ന് എനിക്ക് ബോധ്യമുള്ള ഒരു സ്ഥലത്ത് ഞാൻ അവളെ കൊണ്ടുവന്ന് നിർത്തും. എടാ ചെറുക്ക, ഈ അവിവേകം കൊണ്ട് നീ സൃഷ്ടിക്കുന്ന ശത്രുവിന്റെ പേര് MC പോൾ എന്നാവുന്നത് നിനക്ക് ദോഷം ചെയ്യും.
അതൊരു ബഹുമതിയാ, എനിക്കല്ല. മലങ്കര കോൺഗ്രസിന്റെ മാർപ്പാപ്പ MC പോളിന് അഹങ്കാരത്തോടെ പറയാം, എനിക്കൊരു ശത്രുവുണ്ട്, ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ നിന്ന്. എനിക്ക് പക്ഷെ മറിച്ചാ തോന്നുന്നേ. ചില കൂടെ മൂക്കാനുണ്ട് പോൾ സാറേ നിങ്ങൾ. മോനെ കുത്തിമലത്താൻ പോയവിടെ കയ്യിൽ നിന്ന് കാപ്പി വാങ്ങിച്ചു കുടിച്ചോണ്ട് പോകുന്ന പോക്ക് കണ്ടില്ലയോ? ഈ രാജ്യത്തെ ഏതൊരു അഭിഭാഷകന്റെയും സ്വപ്നമാണ് സുപ്രീം കോടതിയിൽ തന്റെ പ്രാവീണ്യം തെളിയിക്കുക എന്നത്. ആ മഹത് സ്വപ്നം 1/4 നൂറ്റാണ്ട് കാലം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞ ശ്രീ നാരായണ സ്വാമി അദ്ദേഹത്തിന്റെ അഭിഭാഷക വൃത്തി ആരംഭിച്ചത് കോട്ടയം ജില്ലാ കോടതിയിലാണ് എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ്. അദ്ദേഹത്തെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ പൊന്നാട അണിയിക്കുവാനായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ ഭഗത് ചന്ദ്ര യാദവ് അവർകളെ ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നിർത്തോ സോഡയാ സാറേ. രാജഗോപാൽ സാറേ, ക്ലബിലേക്കുള്ള സോഡയാ. ജോണി സർ. ആ സർ, വയ്യോ. ചേട്ടാ, അടുക്കളയിൽ ആരുമില്ലല്ലോ. എല്ലാരും പ്രസംഗം കേൾക്കാൻ പോയേക്കുവാ, എളുപ്പാവട്ടെ. കഴിക്കേ. വേഗം ഇറങ്ങി വാ. വാ, ഇനി വാ. ചെല്ല്, ഇതിലെ പോ. നീ എന്നാടാ ഇവിടുത്തെ സോഡ സപ്ലൈ തുടങ്ങിയത്? എന്നെ വലിപ്പിക്കാനുള്ള ഈ കളിയില് തനിക്കൊക്കെ പങ്കുണ്ടല്ലേ? വാടിയുടെ മാറിക്കിടാ. അണ്ണാ, അവളെ അങ്ങ് വിട്ടേക്ക്. ഉവ്വ, വിട്ടു. 2 തവണ ഈ കൊച്ചുകാരനെ ഞാൻ ഫൂളായതാ. 2 താൻ എനിക്കിട്ട് വെച്ചു. ഇനിയും ഞാൻ ഇവിടെ വിടണം, അല്ലാടോ? പറയുന്ന കേക്ക്. അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്. ഡേവിഡ്, തന്നെയും കൂടി ഞാൻ പൊക്കേണ്ടതാ. ഞാനത് ചെയ്യാത്തത് ഇപ്പോഴും നിന്നെ എന്റെ ഫ്രണ്ടായി കാണുന്നതുകൊണ്ടാ. വട്ടമ്പക്കല്ലേ, എനിക്ക് തനി പോലീസുകാരനാകേണ്ടി വരും. അതിനു മുമ്പ് ഞാനൊരു തനി കോട്ടയം കുഞ്ഞച്ചനാവൂ. സുഖു, സ്റ്റോർ റൂമിന്റെ വാല ഉറക്കണം. അടുത്തതായി നന്ദി പ്രകടനമാണ്. അതിനായി കോസ്മോ ക്ലബിന്റെ സെക്രട്ടറി ശ്രീ ഡേവിഡ് ജോൺ കൊട്ടാരത്തിലിനെ ക്ഷണിക്കുന്നു. നീതിപീഠത്തിന്റെ പരമോന്നതിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നിരവധി പേർക്ക് മുന്നിൽ അഭിഭാഷക വൃത്തിയുടെ അന്തസ് എന്നും ഉയർത്തിപ്പിടിച്ച് കർമ്മബദ്ധരായവരുടെ മുന്നിൽ ഞാൻ എന്താണ് പറയേണ്ടത്? നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ, നീതി പരിപാലന വ്യവസ്ഥയെ അത്യധികം ആദരിക്കുന്ന ഒരു സാധാരണ പൗരനായ ഞാൻ ഈ അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങളെ ആധാരമാക്കി, ശ്രേഷ്ഠരായ ചിലരുടെ പ്രസ്താവനകളെ ആധാരമാക്കി ചില സംശയങ്ങൾ ചോദിക്കുക. തെറ്റുണ്ടെങ്കിൽ ബഹുമാന്യ സദസ്സ് സദയം പൊറുക്കുക. ഈ മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ സായുധ അക്രമി സംഘം പോലീസാണെന്ന് 40 വർഷങ്ങൾക്ക് മുമ്പ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന MN മുള്ള ഒരു വിധിന്യായത്തിലൂടെ പ്രസ്താവിക്കുകയുണ്ടായി. 40 വർഷങ്ങൾക്ക് ശേഷം ഗുജറാത്തിലെ സൊറാബുദ്ദീനെ അയൽ സംസ്ഥാനത്തിലെ മാർബിൾ ലോബിയുടെ വാടക കൊലയാളികളുടെ രൂപത്തിൽ വന്ന് കൊലപ്പെടുത്തിയത് അവിടുത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്.
സൈക്കിളിൽ ഡബിൾ പോകുന്നവന്റെ പോക്കറ്റിൽ കൈയിടുന്ന മണൽ മാഫിയാക്കാരന്റെ ടിപ്പർ ലോറി, ഓരോ ട്രിപ്പടിക്കുമ്പോഴും ഊഴം വെച്ച് പിച്ചക്കാശ് വാങ്ങുന്ന ചില ഏമാന്മാരെ നമുക്ക് മാപ്പ് കൊടുത്തു വിടാം. പക്ഷേ FIR തിരുത്തി നിരപരാധിയെ അപരാധിയാക്കുന്ന പോലീസ് ക്രിമിനലുകൾ ഇന്നും കാക്കിയിട്ട് നമ്മുടെ നേരെ മീശ വിരിക്കുന്നുണ്ട്. ഇവിടെ ഈ നിമിഷം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ്. കുറ്റം ഒരു കൊലപാതക കേസിലെ പ്രൈം അക്യൂസ്ഡിനെ സംരക്ഷിച്ചു എന്നതാണ്. കൊലപാതക കേസിലെ പ്രതിയെന്ന് പോലീസ് പറയുന്ന പെൺകുട്ടിയെ സംരക്ഷിച്ചു എന്ന് ഞാനതിനെ തിരുത്തും. ആ പെൺകുട്ടിയെ ഈ സദസ്സിന് മുന്നിൽ ഞാൻ ഹാജരാക്കുന്നു. ബഹുമാന്യ നീതിപതികളെ, നിങ്ങൾ അതിന് സാക്ഷിയാണ്. ഡോക്ടർ ബെന്നി പോളിന്റെ വധവുമായി ബന്ധപ്പെട്ട് പോലീസ് തിരയുന്ന പെൺകുട്ടി ഇതാണ്. ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇവളെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ അത് അവളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ആകണമെന്ന് മാത്രം. അല്ലെങ്കിൽ നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് മറ്റൊരു രക്തസാക്ഷിയാവാം. ബഹുമാനപ്പെട്ട സദസ്സിനെ ആ മഹത് വാക്യം ഞാൻ ഓർമ്മിപ്പിക്കുക. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ഇങ്ങോട്ട് ഇറങ്ങടി, നടക്ക്. ധൈര്യം കൈവിടരുത്. ജീവിതത്തിൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് കൂടി അങ്ങനെ കരുതിയാൽ മതി. എനിക്കൊരു ധൈര്യമില്ല സാർ, ചേച്ചി പേടിയാവുക. ഈ ബൈബിള് വെച്ചോ, ഒരാശ്രയത്തിന് ഇതിൽ മനസ്സ് മുഴുകുമ്പോ ഒരു ധൈര്യം കിട്ടും. ചെല്ല്. പോളിന്റെ മകനെ കൊന്നതുകൊണ്ട് ലാഭം ആർക്കാ? ആ വഴിക്കൊന്ന് ആലോചിച്ചേ. ലാഭമെന്ന് പറഞ്ഞാൽ കടുത്തുരുത്തി രസ്യത്ത് അത് കണ്ണുവച്ചവനായിരിക്കും. അപ്പൊ അത് നഷ്ടപ്പെട്ടവനോ? അത് പ്രതികാരം കൂടാ. ഇരുന്ന കസേരന്ന് പിടിച്ച് പുറത്തോട്ടിട്ടതിന്റെ അരിശം. അതായത് തനിക്ക് കിട്ടാത്തത് നീയും തിന്നണ്ടാന്ന്. അപ്പൊ ഉമ്മച്ചൻ തന്നെ. ബെന്നി പോളിന്റെ കൊലപാതകം തിരക്ക് വേറൊരുത്തം നടക്കുന്നുണ്ടല്ലോ. അവന്റെ ചേട്ടച്ചാര് സേവിച്ചൻ. അവനെ ഒന്ന് കണ്ടാലോ? അവൻ ഇരിക്കുന്നിടത്ത് പോയി അവനെ ഒന്ന് കാണാം. ഒടേ തമ്പുരാന്റെ ഓരോരോ മറിമായങ്ങളെ. എന്റെ പിള്ളേരെ മീൻ മാർക്കിലിട്ട് നീ തല്ലിയന് നിനക്കൊരു മറുപടി തരല്ലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ നീ ഇവിടെ. പുലിമടയെ കയറി വെട്ടാൻ മാത്രം ചങ്കുറപ്പുണ്ടോടെ ഇവിടെ നിനക്ക്? ജോസെ, ഗേറ്റ് അടയ്ക്കടാ. എന്റെ പൊന്ന് സേവിച്ച ഒരു നഖം വെട്ടി പോലും കൈ കരുതാതാ ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ നിന്റെ പിള്ളേരുടെ കയ്യിലെല്ലാം ടൂൾസ് കാണുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. പറഞ്ഞേച്ച് ഞാനങ്ങ് പോവും വന്ന പോലെ. ആ ഉറപ്പെനിക്കുണ്ട്.
എടാ മോനെ, നിന്റെ അനിയൻ ചെറുക്കനെ ആര് തട്ടി അതറിയേണ്ടത് എന്റെ നിന്റെ ആവശ്യമാണ്. എനിക്ക് ആ പെങ്കൊച്ചിനെ രക്ഷിക്കണം. നിനക്കാണെ നിന്റെ കലി തീർക്കുകയും ചെയ്യാം. ഒന്നിൽ ആ പണി നടത്തിയത്, അല്ലെങ്കിൽ ആര് പണിഞ്ഞു എന്ന് അറിയാവുന്ന ഒരുത്തൻ ഇപ്പോഴും കളത്തിന് വെളിയിലുണ്ട്. അതാരാ? ഉമ്മച്ചൻ. അവനോ? നീ പറയുന്ന നേരാന്നോ? അവന്റെ പണ്ടം തോണ്ടി ഞാൻ വെളിയിലിടും. അവനെ ഞാനൊന്ന് കാണാൻ തീരുമാനിച്ചു. അവന്റെ വായിന്ന് സത്യം പുറത്തു വരുമ്പോ നീയും കൂടെ ഉണ്ടാവണമെന്ന് തോന്നി. എന്താ? ഞാൻ റെഡി. കേറ്. പാർട്ടി മുറിഞ്ഞ് 4 5 പീസായപ്പോഴൊന്നും നഷ്ടമില്ലാതിരുന്നത് അങ്ങനെയൊക്കെ മാത്രമാന്നേ MC പോളിന്. ഇനി ഒരു ലയനമുണ്ടായാൽ തന്നെ അങ്ങേരുടെ സർവാധിപത്യത്തിന് കീഴടങ്ങിക്കൊണ്ടായാൽ ഞാനും താനും ഒക്കെ മരണം വരെ മങ്കൊമ്പിൽ വീട്ടിന്റെ പരിത്തിരുന്ന് ചൊറി കുത്തേണ്ടി വരും. ഒരു ദാക്ഷിണ്യമില്ലാതെ എപ്പോ വേണേലും ചവിട്ടി താഴെ ഇടുകയും ചെയ്യും. എന്റെ അവസ്ഥ ഉണ്ടല്ലോ. ആ ചെക്കന്റെ മരണം ഒരു ഷോക്കായിട്ടുണ്ട്. പക്ഷെ കഴിവൻ എപ്പോ വേണേലും ആക്റ്റീവ് ആവും. താൻ എങ്ങനെ തെക്കോടൊക്കെ നടക്കാതെ കൂടെയുള്ളവരെ പിടിച്ചു നിർത്ത്. തന്റെ സപ്പോർട്ടേഴ്സിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ട്, കോട്ടയത്തോ പാലായിലോ. എന്നിട്ട് തന്റെ സ്ട്രെങ്ത് മൂപ്പിലാണെന്ന് ബോധ്യപ്പെടുത്ത്. പിളർന്നാലോ? ഇനി പിളരാൻ ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല. വരട്ടി കൂടെ തന്നെ നിൽക്കാൻ നോക്ക്. ലയനമായാലോ? ലയനമാവാം. നമ്മുടെ ഡിമാൻഡ്സ് പുള്ളിക്കാരൻ അംഗീകരിക്കാൻ തയ്യാറാവുന്ന ദിവസം. അതിന് എന്റെ കയ്യിൽ ചില പ്ലാനൊക്കെ ഉണ്ട്, വഴിയെ പറയാം. ആളൊന്നൊക്കെ 150 രൂപയും ബിരിയാണി പൊതി. എന്നാ ആളെ കൂട്ടി ശക്തി കാണിക്കണ്ടേ? ഉമ്മച്ചന്റെ വണ്ടി ഇപ്പൊ വെളിയിലോട്ട് വരും. അയാൾക്ക് എന്നെ തമ്പാന്റെ വീട്ടിക്കാര്യം. എടാ, മലങ്കര കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ നീ ഇപ്പോഴും ശിശുവാ. നിന്റെ അപ്പൻ എന്ന് പറയുന്ന മലയെ തുറന്നു വീഴ്ത്താനാ ഈ പെരിച്ചാഴിയിൽ ഇടകിടക്ക് കാണുന്നേ. കോമൺ ഫാക്ടർ, കോമൺ എനിമി. അത് MC പോള് മാത്രമാ. ഉമ്മച്ചൻ ഇറങ്ങി. ആ കൈരളി ടിവിക്കാർ വന്നിരുന്നോ? ഇല്ല. അവരെന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വരുമെന്നാ പറഞ്ഞിരുന്നേ. അവരാണോ? നീ ഷടേന്ന് ഒരു വിസ്കി ഇങ്ങട്. ടിവിക്കാരുടെ മുമ്പിൽ ഇരിക്കാനുള്ളതല്ലേ, ഇച്ചിരി ഉള്ളിലുണ്ടാവുന്ന നല്ലതാ. പോ. ഇതെന്നാ ഇത്? സേവിച്ചനോ? ഡേവിഡ് അല്ലയോ അത്? എന്നതാ വിശേഷം? സേവിച്ച മോനെ, എനിക്കറിയാമല്ല. അതിപ്പോ പോലീസ് പിടിച്ച പെങ്കൊച്ചെന്നോ? എന്നല്ലേ പോലീസ് പറയുന്നേ? എനിക്കൊന്നും അറിയാൻ മേല. എന്റെ കർത്താവേ, തല്ലി കൊല്ലുവാണോ? MLA സ്ഥാനം പോയിട്ട് ദേഷ്യം തീർത്താലോ? ഇല്ലേ, MLA സ്ഥാനം തന്നതും പോൾ സാറ്, തിരിച്ചെടുത്തതും പോൾ സാറ്. ഇനി തല്ലല്ലേ കുഞ്ഞെ, ഞാൻ ചത്തുപോകും. അത് ഉമ്മച്ചൻ പറഞ്ഞ ന്യായം. ഇനി എന്തല്ലേ ഉമ്മച്ചൻ മടിയാവും. വിട് സവിച്ച, വിട്. വാ പറയട്ടെ. സത്യത്തിൽ ആരാ പോൾ സാറിന്റെ മോനെ കൊന്നെന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പൊ തന്റെയും കൂടെ. ഇവനല്ലേ ഈ സേവിച്ചൻ. ഇവനെയും കൊണ്ട് തന്നെ ഇനി ഇവിടെ വരത്തരുത്. പട്ടിയെ തൊടലേന്ന് അഴിച്ചു വിടുന്ന പോലെ ഈ വിവരം കിട്ട ചെറുക്കിനെ തന്റെ ദേഹത്തോട്ട് ഞാൻ ഇറക്കി വിടും. ചെയ്യരുത്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ താൻ എന്നെ അറിയിക്കണം. താനൊരു തുമ്പ് കൊണ്ട് തന്നാ മതി, ഞാൻ അതേ പിടിച്ച് കയറിക്കോളാം. കണ്ണട എന്നെ എടുക്കുക ഉറങ്ങുവാണോ? ഇങ്ങോട്ട് നിറഞ്ഞു വാടി കുരിശേ. നീ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്ന? അയ്യോ, ഒരു മറയില്ലാത്തോണ്ട്. മറ ഇവിടെ പാല് കാണാനടി. ആ വെട്ടിറോഡ് ശാന്തി ഇടുക്കിക്കാർ ലേസമയൊക്കെ വെറും തോർത്തും കൊണ്ട് ഉടുത്തോണ്ടാ കുളി മേളമൊക്കെ. പോയി കുളിക്കാൻ നോക്കടി. ഇവളുമാര് നേരെ ചൊവ്വയൊന്ന് കാണിക്കുകയില്ലാന്ന് വെച്ചാ എന്നാ ചെയ്യാനാ? സമ്മതിക്കുകയല്ല. ആരാ?
ആ വാതലങ്ങ് ചാരിയര് അലക്കലിന്റെ അവിടെ വഴുതി വീണ് തല കല്ലേലടിച്ച് ചത്തന്നേ വരാവൂ. സടയെന്നങ്ങ് പണി തീർത്തോണം. രൂപ 50,000 വെച്ച് രണ്ടെണ്ണത്തിന്റെയും വീട്ടിലങ്ങ് എത്തും. എന്നാ 50,000? അത്രയും ഉണ്ടാക്കണമെങ്കിൽ നീയൊക്കെ എത്ര എടുത്ത്? ഇതൊരു 10 മിനിറ്റത്തെ കാര്യമില്ലുള്ളൂ. എന്നാ ശരി സാർ. എന്നപ്പോ വരൂ. ഇതില് ആ ആനിയുടെ കസിന ഒന്ന് കാണണം. ഹലോ ഡേവിഡ്. ഇതിപ്പോ പോലീസും കേസും പൊല്ലാപ്പൊക്കെ ഉള്ളതുകൊണ്ടാ. ഇല്ലായിരുന്നേ നല്ല ഹോസ്പിറ്റലിൽ എവിടെ വേണേലും ഞാൻ കൊണ്ടുപോയേനെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഷീസ് ഓൾ റൈറ്റ്. 4 സ്റ്റിച്ച് ഉണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഹെഡ് സ്കാൻ ഞാൻ പുറത്തോട്ട് ചെയ്യിച്ചു. നത്തിങ് ടു വറി. സാറേ, ആ വരുന്ന ചന്ദ്രൻപിള്ള സ്ത്രീകളുടെ ജയിലിന്റെ സബ് ജയിലറാ. വഴി മാറടോ. ചന്ദ്രൻപിള്ള, ഞാൻ ഡേവിഡാ. ഏത് ഡേവിഡ്? ആനി, ആ തലമുട്ടി കുത്തിക്കെട്ടി കിടക്കുന്ന പെണ്ണിന്റെ വകയിലൊരാങ്ങളെ. എന്നതാ ഉണ്ടായേ? ചുമ്മാ ചളിക്ക് താഴെ വീണതാന്നോ അല്ലെ ആരെങ്കിലും തള്ളി താഴെ ഇട്ടതാന്നോ? ഒന്ന് പറഞ്ഞേ, അറിയാനാ. ഓ, അത് പിന്നെ സ്ഥിരമല്ലയോ. അത് കാണാൻ വർക്കത്തുള്ള കൊച്ചല്ലയോ. അവളുമാര് മറ്റതാ. ആ ഉദ്ദേശത്തിൽ കയറി കൊച്ചിനെ വളഞ്ഞതാ. അത് സമ്മതിച്ചു കാണുകയില്ല. ആ കശമശയിലാ താഴെ വീണ് തല പൊളിഞ്ഞത്. അത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ നോക്കൂ. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻസ്. അതുകൊണ്ടാ ചളിക്ക് വീണെന്ന് പറഞ്ഞ അങ്ങ് തീർത്തത്. ഈ TV കാരെ കൊണ്ട് വലിയ ശല്യം വന്നേ. അവന്മാര് ക്യാമറയും പൊക്കി പിടിച്ചോണ്ട് വന്ന ഞാൻ പോട്ടോ ബ്രദറെ. എന്തിനാണ് ഡോർ ക്ലോസ് ചെയ്തു? ഡോർ തുറക്കൂ. വാട്ട് ഡു യു വാണ്ട്? സാറേ, സെഷൻസ് കോർട്ടിൽ ഡോക്ടർ ബെന്നി പോളിന്റെ കൊലപാതക കേസിലെ പ്രതി ആനി എന്ന പെൺകുട്ടിക്ക് വേണ്ടി നാളെ ഞാനൊരു ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യും. സാർ അത് അനുവദിച്ചു തരണം. തീരെ നിർവാഹമില്ലാത്ത ഒരവസ്ഥയായതുകൊണ്ടാണ് ഞാൻ ഈ വരവ് വന്നത്. സാറും ഫാമിലിയൊക്കെ കാസർഗോട്ടുകാരായതുകൊണ്ട് പറയവാ. ഈ കോട്ടയം നസ്രാണിക്കൊരു പ്രത്യേകത ഉണ്ട്. മുങ്ങിച്ചാവുമ്പോ കയറി പിടിച്ച കാലം കൂടെ പൊങ്ങിയോ മേലെ വരും, അല്ലെങ്കിൽ പിടിച്ച കാലം കൊണ്ടങ്ങ് താഴും.
10 പൈസ ഞാൻ കൈക്കൂലി തരികയല്ല. അത് തെറ്റാ സാറേ. ഞാൻ സാറിനോടൊരു ഫേവർ ചോദിക്കുക. ഭട്ട് സാർ അത് ചെയ്യണം. ചെയ്യും. ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടെ എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും. വരുത്തരുത്. റിക്വസ്റ്റാ. നിന്റെ അമ്മച്ചി കണകുണാന്ന് പറയും. അത് ഞാൻ മാനേജ് ചെയ്യാം. ഇയാള് പോക്കോ. ധൈര്യമായിട്ട് അകത്തോട്ട് ചെല്ല്. നിന്റെ അപ്പച്ചന്റെ വീടാ. നിന്റെ ജീവൻ ആരോ വില പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് താമസിപ്പിച്ചേ പറ്റൂ. സാറാ മമ്മി, ആനി കുറച്ചുനാൾ ഇവിടെ കാണും. എന്ന് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? എന്റെ വീട്ടിൽ ആരെ താമസിപ്പിക്കണമെന്ന് എന്റെ കാലം കഴിയും വരെ ഞാൻ തന്നെ തീരുമാനിക്കുന്നേ. ഈ പെണ്ണും പിള്ള കൊട്ടേഷൻ കൊടുക്കാൻ ഞാൻ പറഞ്ഞാന്നേ. ഇവൾക്കും കൂടി അവകാശമുള്ള വീടായത്. ഉവേ, അത് ഏത് വകുപ്പിലാന്നാവോ ഞാനറിയാത്ത ഒരു അവകാശം. ഇവൾ എന്റെ പപ്പയുടെ മോളാന്നുള്ള അവകാശം തന്നെ. എല്ലാവർക്കും അറിയാവുന്ന ആ സത്യം മമ്മി മാത്രം അംഗീകരിക്കാതിരിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഞാനാ ഇവളെ വിളിച്ചോണ്ട് വന്നത്. അകത്തോട്ട് കയറ്റില്ലാന്ന് വാശിയാണെങ്കി കൂടെ ഞാനും ഇറങ്ങും. വേണ്ടാടി, നീ ഇവിടെ തന്നെ നിന്നു. നിനക്കിഷ്ടമുള്ള ആരെയെന്ന് വെച്ച് ഇവിടെ പാർപ്പിച്ചോ. ഞാൻ പോയേക്കാം. അത് നന്നാവും. കൊച്ചമണി ആന്റി എവിടെയെങ്കിലും പോയി കുറച്ചു ദിവസം ധ്യാനത്തിൻ്റെ. പിള്ളേര് രണ്ടും കൂടെ ഇവിടെ മനസമാധാനത്തോടെ കഴിയട്ടെ. സാറാ, ഇതുപോലുള്ളവരെ വിളിച്ചോണ്ട് വന്ന് എന്റെ വീടിന്റെ നടയിൽ നിന്ന് എന്നോട് വേണ്ടാതിനം പറയിക്കുന്നത് എനിക്ക് നല്ലതിനല്ല. അമ്മച്ചി, ഞാനൊരു വേണ്ടാതിനം പറഞ്ഞില്ലേ? നിങ്ങളായിട്ട് പറയിപ്പിക്കായിരുന്നാ മതി. സാറാ, എന്ത് വേണം? ഒരായുസ് മുഴുവൻ ഇവിടെ താമസിപ്പിക്കാൻ എന്റെ വീടല്ല, വീടുകളുണ്ട് കോട്ടേന്റെ പണി. ഡേവിഡ് പോയിക്കോ. ഇവൾ എന്റെ കൂടെ തന്നെ കാണും. ഇനി മമ്മി ഇറക്കി വിടുകയാണെ ഞാൻ വിളിച്ചു പറയാം. 2 സാക്ഷികളെയും കൂട്ടി രജിസ്റ്റർ ഓഫീസിലോട്ട് വരണം. അവിടെ വെച്ച് നമ്മുടെ കെട്ട് നടത്തി നമുക്ക് ഡേവിഡിന്റെ വീട്ടിലേക്ക് പോവാം. അത് ഏറ്റു. സുഖം, വണ്ടി എടുക്ക. ഓ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. വാ. ഉമ്മച്ചൻ വിചാരിച്ചാലും ചിലതെല്ലാം നടക്കും. നടന്നാ ഉമ്മച്ചന് കൊള്ളാം. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, MC പോളിന്റെ മൂത്ത മോൻ. ഞാൻ കൈവരിൽ നിന്ന് വിളിച്ച ചെറുക്കൻ തൊടലും പൊട്ടിച്ചിഞ്ഞ് വരും. വിളിക്കണ്ട, ട്രെയിനറില്ലാതെ വളർന്ന ഡോബർമാനാ. ഞാനൊരു തുമ്പും കൊണ്ടാ വന്നിരിക്കുന്നത് എന്ന് വെച്ച ഒരു ഇൻഫർമേഷൻ അതി പിടിച്ച് DK കേറിക്കോണം. ഞാൻ പറയണോ? ബെന്നിച്ചന്റെ കൊലപാതകവുമായി ഒരു തടവ് പുള്ളിക്ക് ബന്ധമുണ്ടെന്നൊരു സൂചന. എന്ന് വെച്ചാൽ പൂജപ്പുരയിൽ നിന്നും പരോളിലിറങ്ങിയ ഒരുത്തൻ തിരിച്ച് ജയിലിൽ കയറുന്നതിന് മുമ്പ് നടത്തിയ ഇടപാടായത്. അവനെ ആരിറക്കി, ആര് പറഞ്ഞിട്ട് ഇടപെട്ടത് എന്നൊന്നും എനിക്കറിയാൻ മേല. സുഖോ, എന്നാ ചെയ്യാ? എടാ, നീ അന്നൊരുത്തന്റെ കാര്യം പറഞ്ഞില്ലേ, പരോള് തീരുന്നതിന് മുമ്പ് ജയിലിലോട്ട് പോയ. എടാ, അപ്പൻ ഏതാണ്ട് മരുന്ന് കൊടുക്കാണെന്ന് പറഞ്ഞ് നീ അവന്റെ വീട്ടിൽ പോയില്ലേ? ചുണ്ടാൻ ബൈജു, കെയർ ഓഫ് പൂജപ്പുര സെൻട്രൽ ജയിൽ. ഒരു ഊഹവാ, എന്നാലും സുഖമാണോടാ? അപ്പനും മോനും കൂടെ ഒരു ഇൻഫോർമൽ മീറ്റിംഗിന് ചാൻസ് ഉണ്ടാക്കാം. രാജീവൻ സാറ്, ഞാൻ പറഞ്ഞായിരുന്നു നിന്നോട്. വരൂ, തുറക്കണു. വാ. ദേ, അവനാ നീ അന്വേഷിച്ച ആള്. ഇവനാന്നോ ചുണ്ടൻ ബൈജു? അതെ. ഇത്തവണ പരോള് കഴിഞ്ഞ് വരുമ്പോ എന്തോ കാര്യമായ കോൾ ഒത്തിട്ടുണ്ട് ഇവന് എന്നൊരു സംസാരം ഇവിടെ ഉണ്ട്. ഇവനൊന്ന് പുറത്തു കിട്ടണമല്ലോ. ഇനിയൊരു പരോൾ അനുവദിച്ചു കിട്ടാൻ മിനിമം 1 വർഷം എടുക്കത്തില്ലയോ? എപ്പോ വേണേലും പരോൾ കൊടുക്കാൻ പവറുള്ള ഒരാളുണ്ടല്ലോ, മുഖ്യമന്ത്രി. ആ വഴിക്കൊന്ന് നോക്കാം. ആഭ്യന്തരം കയ്യിലില്ലാത്ത മുഖ്യമന്ത്രിയാ ഞാനെന്ന് സ്വാമിക്കറിയാലോ. എല്ലാം അറിയാം. ഒരു കാര്യത്തിനും തന്നെ വന്നു കണ്ട് ബുദ്ധിമുട്ടിക്കരുതെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇതിപ്പോ എന്തോന്ന് ഇത്രയ്ക്ക് ബുദ്ധിമുട്ട്? ഇതും കൂടെ ഒന്ന് ചെയ്യാൻ കഴിയില്ലേ പിന്നെ ഇറങ്ങിപ്പോകുന്നതല്ലേ നല്ലത്. കൊടുക്കൂ. അതെ, പറയൂ.
ഔട്ട് ഓഫ് ദ വേ തന്നെയാണ്. പക്ഷേ എനിക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ട ഒരാളാണ് എന്റെ മുന്നിലിരിക്കുന്നത്. ശരി, ഞാനുടനെ ഫാക്സ് ചെയ്യിക്കാം. ഓക്കെ, താങ്ക് യു. വിളിച്ചത് ജയിൽ സൂപ്രണ്ടാ. അത് നടന്നു കഴിഞ്ഞു സ്വാമി. താങ്ക് യു. ഒരു പരോള് കഴിഞ്ഞിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. എന്താടോ CM-ന്റെ ഓഫീസിലൊക്കെ വലിയ പിടുത്തല്ലേ? ഓ, എന്നാ പറയാനാ സാറേ, അകത്തോട്ട് കയറാൻ പറയുന്ന പുറത്തോട്ട് ഇറങ്ങാൻ പറയുന്ന രണ്ടും നിങ്ങൾ തന്നെയല്ലയോ? ചെല്ല് ചെല്ല്. അളിയോ, അളിയ കോട്ടയത്തിനാണെങ്കിൽ കേറിക്കോ. എപ്പ കയറിയെന്ന് ചോദിച്ചാ മതി. നീ എന്നതാ ഇവിടെ? ഇച്ചായന്റെ അപ്പച്ചന് മരുന്ന് കൊണ്ടുവന്നാ. ഇച്ചായി, ഇത് വെറുതെ കൈമനക്കിടത്തിന് കേസാ. ഒന്ന് വായ തുറന്ന് കരയണ പോലില്ല പുല്ലൻ. ഇവൻ കരയുന്നത് നിനക്ക് കേൾക്കണം. ഒരുപാട് പ്രയാസപ്പെട്ട നിന്റെ പരോളി ഞാൻ ഒപ്പിച്ച്. അത് നിന്റെ വായന്റെ കാര്യം കേൾക്കാനാ. ബെന്നി പോളിനെ കൊന്നത് നീയാണോന്നും ആ പണി നിന്നെ ഏൽപ്പിച്ചത് ആരാണെന്നും രണ്ടും നീ തന്നെ പറയണം. പറടാ. പറയാം, ഞാൻ തന്നെ പറയാം. ആരാ? പ്ലംബറാണ് ഏട്ടാ. വിളിച്ചായിരുന്നു. നിന്നേക്ക് എത്ര തവണ വിളിക്കണം? ആ മേലത്തെ മുറിയിലെങ്കിലും വെള്ളം വരുന്നില്ല. ഈ ബെന്നി കുഞ്ഞിന്റെ 100 ഈത്തവിളി കേട്ട് നിൽക്കുവാ ഞാൻ. എളുപ്പം ഞാൻ നന്നാക്ക്. ശരി ഏട്ടാ. ഓ, പെട്ടെന്നാട്ടെ. ഇത് ഈ കുഞ്ഞ് പരിചയം. മീഡിയ എന്ന് പറയുമ്പോ അവിടെയും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ചിലർ കാണുമല്ലോ. അവരെയൊക്കെ ഞാൻ ആദ്യം ഒന്ന് പിടിച്ചായിരുന്നു. പിന്നെ അവര് കൺവിൻസ്ഡ് ആയിട്ട് തന്നെ പോയത്. പറഞ്ഞ പോലെ ഒക്കെ വരികയും ചെയ്യും, ടിവിയിലും നാളത്തെ പത്രത്തിലും ഒക്കെ. അപ്പൊ കൂടെ ഉണ്ടാവണം ബൈ ഇലക്ഷൻ കഴിയുന്നവരെ. ശരി. ഇവിടെ വാടാ. ഈ കൊട്ടേഷൻ നിനക്ക് ആര് തന്നു? പറടാ. SP രാജഗോപാൽ സാർ. ഐ കാൺട്ട് ബിലീവ് ദിസ്. കൊലപാതകം നടന്ന മുറിയിൽ നിന്ന് കിട്ടിയ കത്തിയെ ചോരപ്പാടനൊന്ന് FIR റിപ്പോർട്ടിൽ നിന്ന് അറിഞ്ഞപ്പോഴേ വ്യക്തമായതാ പോലീസ് ഈ സംഭവത്തിൽ കളിക്കുന്ന ഡബിൾ ഗെയിം. പക്ഷേ അതിന്റെ പിന്നിൽ ഇങ്ങേരാണെന്ന് വിചാരിച്ചില്ല. ഈ പോൾ സാറിന്റെ ചെറുക്കനുമായിട്ട് ഇയാൾക്ക് എന്നാ പ്രശ്നം? ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് കാണണമെന്നില്ല, ഒരു മിഡിൽ മാന്റെ വേഷം. മറ്റാർക്കോ വേണ്ടി കൊലപാതകയെ അറേഞ്ച് ചെയ്ത് കൊടുത്ത ഒരു ഇടനിലക്കാരൻ. പണത്തിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ ബന്ധത്തിന്റെയോ ബാധ്യതയുടെയോ പേര്. ഇനി എങ്ങനെ ഇടകൂടരുത് സ്മാള് കഴിക്കുന്നേ? ഇപ്പോഴോർക്കുമ്പോഴാ പുതുപ്പള്ളി ഭാഗത്തൊരു തോട്ടം റബ്ബറാ ഈ രാജഗോപാല മേടിച്ചെന്നൊരു ന്യൂസ് കേട്ടായിരുന്നു. തോട്ടം എന്ന് പറഞ്ഞാ എത്ര? കേട്ടറിവാന്നേ, ഒരു 10-25 ഏക്കർ കാണും. അതിനുള്ള കാശൊക്കെ കുഞ്ഞാ അതൊന്നും അറിയണമല്ലോ.
എന്നാ വിലയ്ക്ക് ആരുടെയെന്നാന്നൊക്കെ അതേറ്റു. ഡേവിഡേ, ജയിലിൽ വെച്ച് ആനയെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ജയിൽ വാർഡന്റെ എക്സ്പ്ലനേഷൻ എന്നതായിരുന്നു? എനിക്കത് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. സാറ് പറയുന്നത് അതൊരു മർഡർ അറ്റംപ്റ്റ് ആവാം. There is a chance. യെസ്. ആ മുടിഞ്ഞ വക്കീലിന്റെ വായിക്കരിയുടെ എന്നാ കൊടുക്കേണ്ടി വരും ആർക്കറിയാം. ഏതായാലും ജാമ്യം കിട്ടിയല്ലോ. നീ കണ്ണി കണ്ടിടത്തൊക്കെ വായി നോക്കി നടന്നിട്ട് ആ പേപ്പറൊക്കെ കളയണ്ട. ആ പേപ്പറൊക്കെ ഇല്ലേ നോക്ക്. ഒന്ന് തിളക്കം വെച്ചിട്ടുണ്ട്. കുറച്ചാൾ അകത്ത് കിടന്നതിന്റെ ആയിരിക്കും. ഓ പതുക്കെ വെപ്പുവല് തെറിച്ച് താഴെ പോവും. എന്നാ പൂവല്ലേ? എവിടേക്കാ പോവല്ലേ എന്ന്? പോലീസ് പിടിച്ചെടുക്കുമ്പോഴും കോടതിയും ജയിലും നിരങ്ങുമ്പോഴേ ഒരുത്തരെയും കാണില്ല 10 പൈസ അന്ന് സഹായിക്കാൻ. ഇന്നാടി ഇപ്പൊ പൂവല്ലേ? ഞാൻ വരാം. ശരി. ഏതവനാടാ ഈ സമയത്ത്? എടോ പന്നം പിള്ള എത്താൻ ജയിലിനകത്ത് കൊട്ടേഷൻ ബിസിനസ് നടത്തുവാണോ? എന്നതാ ദാണ്ടെ ദേഹത്തോട്ട് കളിച്ചാലുണ്ടല്ലോ. താൻ ആരുവാ? അയ്യോ, ഇവിടെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട് നിനക്ക് കാര്യം മനസ്സിലായില്ല അല്ലയോടാ? നിന്റെ വനിതാ ജയിലിലെ ഭരണം ഇന്നത്തോടെ തീരുവാ. തടവുകാരികൾക്ക് പൈസ കൊടുത്ത് കൊലപാതകം അറിയുകയും ചെയ്യുന്നു. ആയുസ് ഒടുങ്ങുന്നവരെ നീ സെൻട്രൽ ജയിലിനകത്താ. എന്റെ പൊന്ന് ഡേവിഡ്, അപ്പൊ നിനക്ക് എന്നെ അറിയാം. ഇത്രയും വെയിറ്റ് ഇട്ടിടിക്കാൻ കോട്ടയത്ത് പിന്നെ വേറെ ആരാ ഉള്ളത്? ഒരബദ്ധം പറ്റിയതാന്നേ. എല്ലാം തത്ത പറയും പോലെ ഞാൻ പറയാം. എന്നെ മാപ്പ് സാക്ഷിയാക്കി വെറുതെ വിടണം. പിള്ളേര് 4 ഒന്നുപോലും പച്ച പിടിച്ചിട്ടില്ല. പാവാ പ്രാരാബ്ധകാരനാ. പുള്ളിയെ വിട്ടേക്കാം. പുള്ളിക്കാരൻ ബൈനാക്കോഴ്സിലൂടെ പെണ്ണുങ്ങളെ കുളി തന്നെ കണ്ട് ജീവിച്ചോട്ടെ. എല്ലാം ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ. പൊന്നണ്ണന്മാരെ എന്നെ ഇനി തല്ലല്ലേ.